ഇന്ന് 82 പേർക്കാണ് സംസ്ഥാനത്ത് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. ഇതിൽ 53 പേർ വിദേശത്തു നിന്ന് വന്നവരാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 19 പേരുണ്ട്. 5 ആരോഗ്യ പ്രവർത്തകർക്ക് രോഗബാധയുണ്ടായി. 5 പേർക്ക് സമ്പർക്കം മൂലമാണ് രോഗം ബാധിച്ചത്. അതിലൊരാളുടെ ഹിസ്റ്ററി വ്യക്തമാകുന്നതേയുള്ളൂ. 24 പേര് ഇന്ന് കോവിഡ് മുക്തരായി. ഇന്ന് നെഗറ്റീവായത് തിരുവനന്തപുരം 6, കൊല്ലം 2, കോട്ടയം 3, തൃശ്ശൂർ 1, കോഴിക്കോട് 5, കണ്ണൂർ 2, കാസർഗോഡ് 4, ആലപ്പുഴ 1. ഇതാണ് നെഗറ്റീവായ നില. പോസിറ്റീവായത് തിരുവനന്തപുരം 14, മലപ്പുറം 11, ഇടുക്കി 9, കോട്ടയം 8, ആലപ്പുഴ 7, കോഴിക്കോട് 7, പാലക്കാട് 5, കൊല്ലം 5, എറണാകുളം 5, തൃശ്ശൂർ 4, കാസർഗോഡ് 3, കണ്ണൂർ 2, പത്തനംതിട്ട 2. ഇന്ന് 4004 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇതുവരെ 1494 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 632 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. 1,60,304 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ആ 1440 പേരാണ് ഇവരിൽ ആശുപത്രികളിലുള്ളവർ. ക്വാറൻറ്റൈനിൽ 1,58,861. 241 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതുവരെ പരിശോധനക്കയച്ച സാമ്പിളുകൾ 73,712 ആണ്. ഇതിൽ രോഗബാധ ഇല്ല എന്ന് ഉറപ്പാക്കിയത് 69,606 ആണ്. ഇതുവരെ സെൻറ്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട 16,711 സാമ്പിളുകളാണ് ശേഖരിച്ചത്. അതിൽ 15,264 നെഗറ്റീവായിട്ടുണ്ട്. സംസ്ഥാനത്തെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 128ആയി. വിദേശത്തോ ഇതര സംസ്ഥാനങ്ങളിലോ കഴിയുന്ന നമ്മുടെ സഹോദരങ്ങളിൽ ഈ ഘട്ടത്തിൽ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ പേരെയും കൊണ്ടുവരാനും അവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാനുമാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് നേരത്തെ വ്യക്തമാക്കിയതാണ്. ഇതനുസരിച്ച് പുറത്തുനിന്ന് ദിവസേന ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ സ്വീകരിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നാം ഒരുക്കിയിട്ടുണ്ട്. വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും വൈദ്യപരിശോധന,
അതിനുശേഷം ക്വാറൻറ്റൈൻ, വിദേശത്തെത്തിയവർക്ക് ക്വാറൻറ്റൈൻ കഴിയുമ്പോൾ സ്രവപരിശോധന, പോസിറ്റീവ് ആവുന്നവർക്ക് വിദഗ്ധ ചികിത്സയും പരിചരണവും, വീടുകളിൽ ക്വാറൻറ്റൈനിൽ കഴിയുന്നവരുടെ നിരീക്ഷണം, വൃദ്ധർക്കും രോഗികൾക്കും പ്രത്യേക ശ്രദ്ധ, ഇതൊക്കെ നാം ചിട്ടയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറത്തുനിന്ന് ആളുകൾ വരാൻ തുടങ്ങിയപ്പോൾ രോഗമുള്ളവരുടെ എണ്ണം ഗണ്യമായി കൂടിയിട്ടുണ്ട്. എന്നാൽ സമ്പർക്കത്തിലൂടെ രോഗം പകരുന്നതിൻ്റെ തോത് പിടിച്ചു നിർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. മെയ് 7 മുതലാണ് വിദേശത്ത് നിന്ന് വന്ദേ ഭാരത് പരിപാടി പ്രകാരം ഫ്ലൈറ്റുകൾ വരാൻ തുടങ്ങിയത്. ജൂൺ 2 വരെ 140 ഫ്ലൈറ്റുകൾ വന്നു. 24,333 പേരാണ് വിമാനം വഴി വന്നത്. ഇതുകൂടാതെ 3 കപ്പൽ വഴി 1488 പേരും വിദേശത്ത് നിന്നെത്തി. മൊത്തം 25,821 പേരാണ് വിദേശത്ത് നിന്നെത്തിയത്. വന്ദേ ഭാരതത്തിൻ്റെ ഭാഗമായി ഫ്ലൈറ്റുകൾ വരുന്നതിന് സംസ്ഥാന സർക്കാർ ഒരു നിബന്ധനയും വെച്ചിട്ടില്ല. ഒരു ഫ്ലൈറ്റും വേണ്ടെന്ന് പറഞ്ഞിട്ടുമില്ല. മാത്രമല്ല, കേന്ദ്ര വിദേശ മന്ത്രാലയം ചോദിച്ച എല്ലാ ഫ്ലൈറ്റിനും അനുമതി നൽകിയിട്ടുമുണ്ട്. വന്ദേ ഭാരതത്തിൻ്റെ 2ാം ഘട്ടത്തിൽ ജൂൺ മാസം ഒരു ദിവസം 12 ഫ്ലൈറ്റ് ഉണ്ടാകുമെന്നാണ് വിദേശ മന്ത്രാലയം പറഞ്ഞത്. സംസ്ഥാനം അതിന് പൂർണ്ണ സമ്മതം അറിയിച്ചു. അതുപ്രകാരം ജൂണിൽ 360 ഫ്ലൈറ്റുകളാണ് വരേണ്ടത്. എന്നാൽ ജൂൺ 3 മുതൽ 10 വരെ 36 ഫ്ലൈറ്റുകൾ മാത്രമാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അതിനർത്ഥം കേരളം അനുമതി നൽകിയ 324 ഫ്ലൈറ്റുകൾ ജൂൺ മാസത്തിലേക്ക് ഇനിയും ഷെഡ്യൂൾ ചെയ്യാനുണ്ട് എന്നാണ്. കേന്ദ്ര സർക്കാർ ഉദ്ദേശിച്ച രീതിയിൽ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതിൽ കുറ്റപ്പെടുത്താനാവില്ല. രാജ്യമാകെ ബാധകമായ വലിയൊരു ദൗത്യമായതുകൊണ്ട് ഒന്നിച്ച് ഒരുപാട് ഫ്ലൈറ്റുകൾ അയച്ച് ആളുകളെ കൊണ്ടുവരുന്നതിന് പ്രയാസമുണ്ടാകും. കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ അനുമതി നൽകിയതിൽ ബാക്കിയുള്ള 324 ഫ്ലൈറ്റുകൾ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും ഫ്ലൈറ്റുകൾക്ക് അനുമതി നൽകാൻ ഒരുക്കമാണ്. അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ചെയ്യേണ്ട ക്രമീകരണങ്ങളെല്ലാം സർക്കാർ ചെയ്യും. വന്ദേ ഭാരത് മിഷനിൽ ഇനി എത്ര ഫ്ലൈറ്റുകൾക്ക് അനുമതി നൽകണമെന്ന് വിദേശ മന്ത്രാലയത്തോട് നാം ചോദിച്ചിട്ടുണ്ട്. ഈ വിവരം കിട്ടിയാൽ അത്രയും ഫ്ലൈറ്റുകൾക്ക് അനുമതി നൽകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വന്ദേ ഭാരത് പരിപാടിയിൽ പെടാതെയുള്ള 40 ചാർട്ടേഡ് ഫ്ലൈറ്റുകൾക്ക് വിദേശ മന്ത്രാലയത്തിന് കേരളം അനുമതി നൽകിയിട്ടുണ്ട്. എന്നാൽ ജൂൺ 2 വരെ
14 ഫ്ലൈറ്റുകൾ മാത്രമാണ് ഷെഡ്യൂൾ ചെയ്തത്. അനുമതി നൽകിയതിൽ 26 ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ ഇനിയും ഷെഡ്യൂൾ ചെയ്യാനുണ്ട്. അത് പൂർത്തിയായാൽ ഇനിയും ചാർട്ടേഡ് വിമാനങ്ങൾക്ക് അനുമതി നൽകാൻ കേരളം തയ്യാറാണ്. ഇതുവരെ ഒരു ഫ്ലൈറ്റിനും സംസ്ഥാനം നോ പറഞ്ഞിട്ടില്ല. വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിപ്പോയവരെ കൊണ്ടുവരുന്നതിന് തൊഴിലുടമകളോ ഏതെങ്കിലും ഗ്രൂപ്പോ സംഘടനകളോ വിമാനം ചാർട്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായ ഒരു തടസ്സവും സംസ്ഥാനം ഉന്നയിച്ചിട്ടില്ല. എന്നാൽ യാത്രക്കാരിൽ നിന്ന് പണം ഈടാക്കി ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കൊണ്ടുവരികയാണെങ്കിൽ അതിന് സർക്കാർ നിബന്ധന വെച്ചിട്ടുണ്ട്. അതിലൊന്ന്, വിമാന നിരക്ക് ഏകദേശം വന്ദേ ഭാരത് നിരക്കിന് തുല്യമായിരിക്കണം. 2, സീറ്റ് നൽകുമ്പോൾ മുൻഗണനാ വിഭാഗത്തിൽ വരുന്നവരെ ആദ്യം പരിഗണിക്കണം. മുൻഗണനാ വിഭാഗം ഏതാണെന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ജോലി നഷ്ടപ്പെട്ടവർ, വിസിറ്റ് വിസയുടെ കാലാവധി കഴിഞ്ഞവർ, ഗർഭിണികൾ, മറ്റ് രോഗങ്ങളുള്ള വയോധികർ, കുടുംബത്തിൽ നിന്ന് വേർപെട്ടു പോയ കുട്ടികൾ, ഇത്തരക്കാർക്കാണ് മുൻഗണന നൽകേണ്ടത്. മറ്റ് വ്യവസ്ഥകളൊന്നുമില്ല. ഈ 2 നിബന്ധനകൾ തന്നെ പ്രവാസികളുടെ താൽപ്പര്യം പരിഗണിച്ചുമാണ്. അതിനിടെ ചില സ്വകാര്യ വിമാന കമ്പനികൾ പ്രവാസികളെ വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്നതിന് അനുമതി ചോദിച്ചിട്ടുണ്ട്. അതിനും സർക്കാർ അനുമതി നൽകുന്നതാണ്. ഇപ്പോൾ സ്പൈസ് ജെറ്റിന് കേരളത്തിലേക്ക് 300 ഫ്ലൈറ്റിന് അനുമതി നൽകിയിട്ടുണ്ട്. ഒരു ദിവസം 10 എന്ന തോതിൽ ഒരു മാസം കൊണ്ടാണ് ഇത്രയും ഫ്ലൈറ്റ് വരിക. COVID-19 ടെസ്റ്റ് നടത്തി നെഗറ്റീവ് ആകുന്നവരെയാണ് കൊണ്ടുവരിക എന്ന് സ്പൈസ് ജെറ്റ് അറിയിച്ചിട്ടുണ്ട്. ഇത് സ്പൈസ് ജെറ്റ് ഏർപ്പെടുത്തിയ നിബന്ധനയാണ്. സ്പൈസ് ജെറ്റിന് അനുമതി നൽകിയ 300 ഫ്ലൈറ്റിന് പുറമെ അബുദാബിയിലൊരു സംഘടന 40 ചാർട്ടേഡ് ഫ്ലൈറ്റിന് അനുമതി ചോദിച്ചു. അതും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് 41 ലക്ഷം കുട്ടികളാണ് 1 മുതൽ 12ാം ക്ലാസ് വരെ പൊതുവിദ്യാലയങ്ങളുടെ ഭാഗമായുള്ളത്. +1 വിദ്യാർത്ഥികൾ ഉൾപ്പെടാതെയുള്ള കണക്കാണിത്. +1 പ്രവേശനം നടന്നിട്ടില്ല. ജൂൺ മാസം കുട്ടികളുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്ന സമയമാണ്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ സ്കൂളുകൾ തുറക്കാൻ കഴിയാത്ത സാഹചര്യം ഉടലെടുത്തു. ഈ പശ്ചാത്തലത്തിലാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യമൊരുക്കാൻ തീരുമാനിച്ചത്. വിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈൻ ക്ലാസ്സുകൾക്കുള്ള പദ്ധതികളാണ് തയ്യാറാക്കിയത്. വിക്ടേഴ്സ് ചാനൽ വഴിയും വിക്ടേഴ്സിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴിയും കുട്ടികളെ പഠിപ്പിക്കുക എന്തായിരുന്നു തീരുമാനം. അതിൻ്റെ ഭാഗമായി ജൂൺ 1 ഓൺലൈൻ പഠനം ആരംഭിച്ചു. വലിയ സ്വീകാര്യതയാണ് ഓൺലൈൻ പഠനത്തിന് ലഭിച്ചത്. പല ക്ലാസ്സുകളും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും നന്നായി ഇഷ്ടപ്പെട്ടു എന്നാണ് അവരുടെ
പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. പൊതുവിൽ സമൂഹം അറിഞ്ഞ കാര്യമാണത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആദ്യമായാണ് ഇത്തരം ഓൺലൈൻ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നത്. 41 ലക്ഷം കുട്ടികളെയും ഓൺലൈൻ ക്ലാസ്സുകളിൽ പങ്കെടുപ്പിക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് നമ്മുടെ മുന്നിലുണ്ടായത്. ഓൺലൈനെ സംബന്ധിച്ച് തീരുമാനമെടുത്തപ്പോൾ തന്നെ എത്രത്തോളം കുട്ടികൾക്ക് ഓൺലൈൻ സാധ്യമാകും എന്ന പരിശോധനയും വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയിരുന്നു. അധ്യാപകർ തന്നെ കുട്ടികളും രക്ഷിതാക്കളുമായി ബന്ധപ്പെടാനും പരിശോധന നടത്താനുമായിരുന്നു തീരുമാനിച്ചത്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കണക്ക് പ്രകാരം ഈ 41 ലക്ഷത്തിൽ 2,61,784 കുട്ടികൾക്ക് ഓൺലൈൻ പഠന സൗകര്യമില്ല എന്ന് കണ്ടെത്തിയിരുന്നു. സർക്കാരിനെ സംബന്ധിച്ച് ഈ 2,61,784 കുട്ടികളും ഓൺലൈൻ സംവിധാനത്തിനൊപ്പം ചേർത്ത് നിർത്തേണ്ടവർ തന്നെയാണ്. ഇവർക്കും പഠനം സാധ്യമാക്കാം എന്ന ഉറപ്പ് സർക്കാരിനുണ്ട്. ചില കുട്ടികൾക്ക് വീട്ടിൽ TV ഉണ്ടാകില്ല, മറ്റു ചിലർക്ക് സ്മാർട്ട് ഫോൺ ഉണ്ടാകില്ല. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ടായിരുന്നു. ഓൺലൈൻ ക്ലാസ്സുകൾ ലഭ്യമാകാത്ത കുട്ടികൾക്ക് സൗകര്യമേർപ്പെടുത്താൻ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ, അധ്യാപകർ, PTA, കുടുംബശ്രീ ഇങ്ങനെയെല്ലാം ഉള്ളവരുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. ഇത്തരം കുട്ടികളുടെ കാര്യത്തിൽ പഠന സൗകര്യമൊരുക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് എല്ലാ MLAമാരുടെയും പിന്തുണ തേടിയിരുന്നു. ഭരണ പ്രതിപക്ഷ വേർതിരിവില്ലാതെ MLAമാർ ഈ സംവിധാനം ഒരുക്കുന്നതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. വായനശാല, അയൽപക്ക ക്ലാസുകൾ, പ്രാദേശിക പ്രതിഭാ കേന്ദ്രം, ഊര് വിദ്യാ കേന്ദ്രം, സാമൂഹിക പഠനമുറികൾ തുടങ്ങിയ പൊതു ഇടങ്ങളിൽ ക്ലാസുകൾ കാണുന്നതിനുള്ള ക്രമീകരണമാണ് പുരോഗമിക്കുന്നത്. സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ ഇതിനുള്ള നടപടികൾ പൂർത്തിയായി വരികയാണ്. KSFE പോലുള്ള സ്ഥാപനങ്ങൾ പദ്ധതികൾ തയ്യാറാക്കിയ വിവരം കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ്. സംസ്ഥാന ബിവറേജസ് കോർപ്പറേഷൻ പൊതുനന്മ ഫണ്ട് ഉപയോഗിച്ച് 500 TV സെറ്റുകൾ വാങ്ങി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിരവധി വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകളുടെ സംപ്രേഷണ കാര്യത്തിലും എല്ലാവർക്കും പഠനം സാധ്യമാകുന്നതിനുള്ള ക്രമീകരണങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയിരുന്നു. കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ ഇത് പറഞ്ഞിരുന്നതാണ്. ഇത്തരം കുട്ടികൾക്ക് അവസരങ്ങൾ ലഭ്യമാക്കാൻ ആദ്യത്തെ 2 ആഴ്ച ട്രയൽ സംപ്രേഷണമാണ്. അപ്പോഴേക്കും എല്ലാ കുട്ടികളെയും ഇതിൻ്റെ ഭാഗമാക്കാനാകും. ഓൺലൈൻ ക്ലാസ്സുകൾ വിദ്യാലയങ്ങൾ തുറക്കുന്നതുവരെയുള്ള
താൽക്കാലിക പഠന സൗകര്യമാണ്. ഒരു മഹാമാരിയെ നേരിടുന്ന നാട് എത്ര കാലം കൊണ്ടാണ് പൂർവ്വസ്ഥിതിയിലാവുക എന്നുറപ്പിച്ച് പറയാൻ പറ്റാത്ത നിലയുണ്ട്. ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, പഠനം എപ്പോഴും ക്ലാസ് മുറികളിൽ തന്നെയാണ് നല്ലത്. പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾക്ക് അതിനവസരം വന്നാൽ അപ്പോൾ തന്നെ സാധാരണ നിലയിലുള്ള ക്ലാസ്സുകൾ ആരംഭിക്കും. സ്കൂളുകൾ അടഞ്ഞു കിടക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികളെ വൈകാതെ പഠനാന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് പ്രധാനം. ഇത് സ്കൂൾ പഠനത്തിന് ബദലോ സമാന്തരമോ അല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരമൊരു പരിപാടി കുട്ടികളുടെ മാനസികമായ വളർച്ചയ്ക്കും അനിവാര്യമാണെന്നാണ് വിലയിരുത്തിയത്. ഈ ലക്ഷ്യം പൂർണ്ണമായി ഉൾക്കൊള്ളാതെ ഇപ്പോൾ ചില വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. കുട്ടികൾക്ക് വീണ്ടും കാണാൻ പറ്റുന്ന തരത്തിൽ യൂട്യൂബ്, ഫേസ്ബുക്ക് എന്നിവയിൽ ക്ലാസ്സുകളുടെ വീഡിയോ നൽകും. അതായത് മുഴുവൻ കുട്ടികൾക്കും ക്ലാസ് നഷ്ടമാകാതെ അധ്യയനം സാധ്യമാക്കാനുള്ള നടപടികൾ ഒരുക്കിയിട്ടുണ്ട്. ഇതിനിടയിലാണ് മലപ്പുറം ഇരുമ്പിളിയം ഗവൺമെൻറ് ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ദേവിക എന്ന കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കുട്ടിയുടെ മരണം ഏറെ ദുഃഖകരമാണ്. മരണം സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ് ലഭ്യമാകാത്തതിനാൽ കുട്ടിക്ക് വിഷമമുണ്ടായിരുന്നെന്ന് അച്ഛൻ പറഞ്ഞ സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം നടത്തുന്നുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രാഥമികമായ അന്വേഷണം അനുസരിച്ച് സ്കൂളിലെ കുട്ടികളിൽ 25 പേർക്ക് ഇൻ്റർനെറ്റ്, TV സൗകര്യങ്ങളില്ല എന്ന് കണ്ടെത്തിയിരുന്നു. ദേവികയും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. ക്ലാസ് അധ്യാപകൻ കുട്ടിയെ വിളിച്ച് സംസാരിക്കുകയും ഇത് പരിഹരിക്കാമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇരുമ്പിളിയം പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റി മീറ്റിങ്ങിൽ വെച്ച് പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലെയും കുട്ടികളുടെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് കർമ്മ പരിപാടികൾ തയ്യാറാക്കിയിരുന്നു. സ്കൂൾ PTA-യും കുട്ടികൾക്ക് ഇൻ്റർനെറ്റ്, TV സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ തീരുമാനിച്ചിരുന്നു. ഈ പ്രവർത്തനങ്ങൾ അവിടെ നടന്നു വരികയാണ്. കൂടുതൽ അന്വേഷണം നടക്കുന്നതുകൊണ്ട് മറ്റ് കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു കാര്യം കുറച്ചുകൂടി ഊന്നി പറയേണ്ടതുണ്ട്. ഇപ്പോൾ TV-യോ മൊബൈൽ ഫോണോ ഇല്ല എന്നതിൻ്റെ പേരിൽ ഒരു കുട്ടിക്കും ഒരു ക്ലാസ്സും നഷ്ടപ്പെടില്ല. 2 ആഴ്ച ട്രയലായി സംപ്രേഷണം ചെയ്യുന്ന പാഠഭാഗങ്ങൾ പിന്നീട് പുനഃസംപ്രേഷണം ചെയ്യും. അവസാനത്തെ കുട്ടിക്കും പഠിക്കാനുള്ള സൗകര്യമൊരുക്കുക എന്നതാണ് സർക്കാരിൻ്റെ നയം. നെറ്റ്വർക്ക് കവറേജ് ഇല്ലാത്ത മൂലം ഓൺലൈൻ ക്ലാസിൻ്റെ പ്രയോജനം ലഭിക്കാത്ത ഇടുക്കി ജില്ലയിലെ കണ്ണമ്പടി, ഇടമലക്കുടി തുടങ്ങിയ
ആദിവാസി ഊരുകളിൽ ഓഫ്ലൈൻ പഠന സൗകര്യമൊരുക്കും. സമഗ്ര ശിക്ഷാ കേരളമാണ് ഇത് നടപ്പാക്കുക. മറ്റ് പിന്നോക്ക കേന്ദ്രങ്ങളിലും ഇതേ പഠന സൗകര്യം ഒരുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. TV, കമ്പ്യൂട്ടർ തുടങ്ങിയ ഉപകരണങ്ങൾ ലഭ്യമാക്കാൻ സമഗ്ര ശിക്ഷയുടെ നേതൃത്വത്തിൽ പ്രാദേശിക പ്രതിഭാ കേന്ദ്രങ്ങൾ, വായനശാലകൾ എന്നിവ കേന്ദ്രീകരിച്ച് സാങ്കേതിക സൗകര്യങ്ങളൊരുക്കും. അവിടങ്ങളിൽ കുട്ടികളെ എത്തിച്ച് ഓൺലൈൻ ക്ലാസുകൾ ലഭ്യമാക്കാനും സമഗ്ര ശിക്ഷാ കേരളം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ജനമൈത്രി പോലീസ് മുഖേന നടപ്പാക്കുന്ന സോഫ്റ്റ്വെയർ അധിഷ്ഠിത ബീറ്റ് സംവിധാനമായ M-ബീറ്റ് ഇന്ന് 1 വർഷം പൂർത്തിയാക്കുകയാണ്. ക്വാറന്റൈനിൽ കഴിയുന്ന കുടുംബങ്ങൾ ഉൾപ്പെടെ 13,64,891 വീടുകളിൽ ജനമൈത്രി പോലീസ് ഇതുവരെ സന്ദർശനം നടത്തി. M-ബീറ്റ് സംവിധാനം ഏർപ്പെടുത്താൻ ബാക്കിയുള്ള 120 പോലീസ് സ്റ്റേഷനുകളിൽ 3 മാസത്തിനകം ഇത് നിലവിൽ വരും. വിക്ടേഴ്സ് ചാനലിലൂടെ ഓൺലൈനിൽ ക്ലാസ്സുകളെടുത്ത അധ്യാപികമാരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചവരെക്കുറിച്ച് പോലീസിന് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട്. അവർക്കെതിരെ കടുത്ത നടപടിയുണ്ടാകും. മാസ്ക് ധരിക്കാത്ത 2869 സംഭവങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്വാറന്റൈൻ ലംഘിച്ച 24 പേർക്കെതിരെ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തു. പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് ഫോറസ്റ്റ് ഡിവിഷനിൽ സ്ഫോടക വസ്തു കടിച്ച് ആന ചെരിഞ്ഞ സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. വിശദമായ അന്വേഷണത്തിനായി കോഴിക്കോട് നിന്നുള്ള വൈൽഡ് ലൈഫ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സംഭവസ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോവിഡ് പാക്കേജിൻ്റെ ഭാഗമായി സർക്കാർ പ്രഖ്യാപിച്ച 84,48,16 സൗജന്യ പലവ്യഞ്ജന കിറ്റുകൾ റേഷൻ കടകൾ വഴി ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തു. ആകെ 86,19,951 കിറ്റുകളാണ് റേഷൻ കടകൾക്ക് ലഭ്യമാക്കിയത്. 1,71,935 കിറ്റ് സ്റ്റോക്കുണ്ട്. 17 ഇനം പലവ്യഞ്ജനങ്ങൾ തുണിസഞ്ചിയിലാക്കിയാണ് വിതരണം ചെയ്തത്. ഒരു കിറ്റിൻ്റെ വിപണി വില 1,042 രൂപ 25 പൈസയാണ്. എന്നാൽ ഗോഡൗൺ, ലോഡിംഗ്, അൺലോഡിംഗ്, പാക്കിംഗ്, വിതരണം എന്നിവയ്ക്കെല്ലാം ചേർത്ത് സംസ്ഥാനത്തിന് വന്ന യഥാർത്ഥ ചെലവ് കിറ്റ് ഒന്നിന് 974 രൂപ 3 പൈസയാണ്. ആകെ ഈ ഇനത്തിൽ 850,13,00,000 രൂപ ചെലവ് വന്നു. ഇക്കാര്യത്തിൽ വളണ്ടിയർമാർ വലിയ സേവനമാണ് അനുഷ്ഠിച്ചിട്ടുള്ളത്. സമയബന്ധിതമായി കിറ്റ് വിതരണം പൂർത്തിയാക്കിയ ജീവനക്കാരെയും തൊഴിലാളികളെയും റേഷൻ കട ഉടമകളെയും വളണ്ടിയർമാരെയും അഭിനന്ദിക്കുന്നു. വളണ്ടിയർമാർ ഈ കിറ്റുകൾ തയ്യാറാക്കുന്നതിന് ഒരു സമയപരിധിയില്ലാതെ തന്നെ പ്രവർത്തിക്കാൻ
സന്നദ്ധത കാണിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരുമായി ചേർന്ന് നടപ്പാക്കുന്ന ജലജീവൻ പദ്ധതി 2024 പൂർത്തിയാക്കാനാകും. ഉദ്ദേശം 22,720 കോടി രൂപയാണ് ഇതിന് മൊത്തം ചെലവ്. ഈ പദ്ധതിക്ക് ഭരണാനുമതി നൽകാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. കേന്ദ്രവും സംസ്ഥാനവും തുല്യമായി തുക വകയിരുത്തുന്ന പദ്ധതിയിൽ എല്ലാ ഗ്രാമവീടുകളിലും വെള്ളമെത്തിക്കാൻ 52,85,000 കണക്ഷൻ നൽകേണ്ടതായി വരും. ഗ്രാമപ്രദേശങ്ങളിലെ മുഴുവൻ വീടുകളിലും കുടിവെള്ളം എത്തിക്കുന്നതാണ് ജലജീവൻ മിഷൻ പദ്ധതി. 2020-21 സാമ്പത്തിക വർഷത്തേക്ക് 880 കോടി രൂപയുടെ പദ്ധതി അടങ്കലിനാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. ഗ്രാമപഞ്ചായത്തുകൾക്കായിരിക്കും പദ്ധതി നടത്തിപ്പിന് പ്രധാന ചുമതല. ഒന്നിലധികം പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന പദ്ധതിയാണെങ്കിൽ ഏകോപനത്തിനായി വിവിധ ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾ എന്നിവയിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തി കോർഡിനേഷൻ കമ്മിറ്റികൾ രൂപീകരിക്കും. പഞ്ചായത്ത് തല, ജില്ലാതല സംവിധാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തും. കേരള തീരപ്രദേശത്തെ കടലിൽ ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 വരെ 52 ദിവസം ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തും. സംസ്ഥാനത്തെ അജൈവ ഖരമാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് കിൻഫ്രയുടെ കൈവശമുള്ള ഭൂമിയിൽ സാനിറ്ററി ലാൻഡ്ഫിൽ നിർമ്മിക്കുന്നതിന് അനുമതി നൽകാൻ തീരുമാനിച്ചു. പരിസ്ഥിതി വകുപ്പിൻ്റെ അംഗീകാരത്തിന് വിധേയമായിട്ടായിരിക്കും അനുമതി. എറണാകുളം പെട്രോ കെമിക്കൽ പാർക്ക് സ്ഥാപിക്കുന്നതിന് ഫാക്ടറിയിൽ നിന്നും വാങ്ങിയതും കിൻഫ്രയുടെ കൈവശമുള്ളതുമായ 25 ഏക്കർ സ്ഥലമാണ് സാനിറ്ററി ലാൻഡ്ഫിൽ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുക. COVID-19 പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ മെഡിക്കൽ കോളേജുകളിലെ വൈദ്യുതി വിഭാഗം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു. പൊതുമരാമത്ത് വൈദ്യുതി വിഭാഗത്തിൽ പുതുതായി ആരംഭിച്ച പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്, കളമശ്ശേരി മെഡിക്കൽ കോളേജ്, പാലക്കാട് മെഡിക്കൽ കോളേജ്, മഞ്ചേരി മെഡിക്കൽ കോളേജ്, അതോടൊപ്പം തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട്, ആറ്റിങ്ങൽ എന്നീ സെക്ഷൻ ഓഫീസുകളുടെയും പ്രവർത്തനത്തിന് 43 ലൈൻമാൻ തസ്തികകൾ താൽക്കാലികമായി സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. ദേശീയപാത 45 മീറ്റർ വീതിയിൽ 4 വരിയാക്കി വികസിപ്പിക്കുന്ന പ്രവൃത്തി നല്ല നിലയിൽ പുരോഗമിക്കുകയാണ്. പ്രവൃത്തിയുടെ പുരോഗതി ഇന്ന് വിലയിരുത്തി. സംസ്ഥാനത്ത് ആകെ 1782 കിലോമീറ്ററിലാണ് ദേശീയപാതയുള്ളത്. ഏകദേശം 40,000 കോടി രൂപ പദ്ധതിക്ക് ചെലവ് വരുമെന്നാണ് ദേശീയപാത അതോറിറ്റി കണക്കാക്കിയിട്ടുള്ളത്. ഭൂമി ഏറ്റെടുക്കലാണ് ഈ പദ്ധതിക്ക് വലിയ തടസ്സമായിരുന്നത്. ഭൂമി ഏറ്റെടുക്കൽ നല്ല വേഗത്തിലാക്കാൻ സംസ്ഥാനത്തിൻ്റെ ഇടപെടൽ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി വരുന്ന ചെലവിൻ്റെ 25% സംസ്ഥാനം വഹിക്കണമെന്ന നിബന്ധന കേന്ദ്രം കൊണ്ടുവന്നിരുന്നു. കേരളത്തിൻ്റെ വികസനത്തിന് പദ്ധതി അത്യന്താപേക്ഷിതമായതിനാൽ ഈ വ്യവസ്ഥ അംഗീകരിച്ചുകൊണ്ട്
25% സർക്കാർ നൽകുകയാണ്. കിഫ്ബിയിൽ നിന്ന് ഫണ്ട് ലഭ്യമാക്കി ഈ ആവശ്യം നിറവേറ്റുകയാണ്. 358 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് ഇതിനകം ലഭ്യമാക്കിയിട്ടുണ്ട്. മുക്കോലയിൽ നിന്ന് തമിഴ്നാട് അതിർത്തി വരെയുള്ള തിരുവനന്തപുരം ബൈപ്പാസ് ഈ വർഷം സെപ്റ്റംബറിൽ തീരും. 83% പ്രവൃത്തി പൂർത്തിയായിട്ടുണ്ട്. വടക്കാഞ്ചേരി തൃശ്ശൂർ പാതയുടെ പ്രവൃത്തി 84% തീർന്നു. ഈ വർഷം ഡിസംബറിൽ പൂർത്തിയാകും. നീലേശ്വരം ടൗണിനടുത്ത് 4 വരി റെയിൽ ഓവർ ബ്രിഡ്ജിൻ്റെ പ്രവൃത്തി നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നു. 2021 ഫെബ്രുവരിയിൽ അത് പൂർത്തിയാകും. കഴക്കൂട്ടം ടെക്നോ പാർക്ക് എലിവേറ്റഡ് ഹൈവേ 2021 ഏപ്രിലിൽ തീരും. തലശ്ശേരി മാഹി ബൈപ്പാസ് 2021 മെയ്യിൽ പൂർത്തിയാകും. 51% പ്രവൃത്തി തീർന്നിട്ടുണ്ട്. 884 കോടി രൂപയാണ് ഈ ബൈപ്പാസിൻ്റെ ചെലവ്. തലപ്പാടി ചെങ്ങള 39 കിലോമീറ്റർ, ചെങ്ങള നീലേശ്വരം 37 കിലോമീറ്റർ. ഈ പാതകളുടെ പ്രവൃത്തിക്ക് അംഗീകാരം ലഭിച്ചു. അടുത്ത മാസം പ്രവൃത്തി കരാറുകാരെ ഏൽപ്പിക്കും. സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തും പാതയ്ക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾ നല്ല നിലയിൽ പുരോഗമിക്കുന്നുണ്ട്. സ്ഥലമെടുപ്പ് നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് കൂടുതൽ സ്റ്റാഫിനെ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ദേശീയപാത സ്ഥലമെടുപ്പിന് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മറ്റ് ചുമതലകൾ നൽകുന്നത് ഒഴിവാക്കും. നേരത്തെ പറഞ്ഞപ്പോൾ ആദ്യ ഭാഗത്ത് ഒരു ചെറിയ തിരുത്തുണ്ട്. ഇപ്പോൾ ആകെ ചികിത്സയിലുള്ളത് 832 പേരാണ്. 632 എന്ന് പറഞ്ഞോ എന്നൊരു സംശയം. അപ്പോൾ 832 പേരാണ് ആകെ ചികിത്സയിലുള്ളത്. ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ബെഫി 71,73,000 രൂപ, ആകെ നേരത്തെ നൽകിയതടക്കം 4,07,23,000 രൂപ. കേരഫെഡ് 63,72,826 രൂപ. പുതുപ്പാടി ഗ്രാമപഞ്ചായത്ത് 25 ലക്ഷം. കെക്സ്കോൺ കേരള സ്റ്റേറ്റ് എക്സ് സർവീസ്മെൻ ഡെവലപ്മെൻറ്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ കോർപ്പറേഷൻ 25 ലക്ഷം. പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് 25 ലക്ഷം. ഉറങ്ങാട്ടേരി ഗ്രാമപഞ്ചായത്ത് 25 ലക്ഷം. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ 10 ലക്ഷം. പള്ളിച്ചാൽ ഫാർമേഴ്സ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് 10 ലക്ഷം. സംസ്ഥാന ഫാർമസി കൗൺസിൽ 10 ലക്ഷം. പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രം ഉപദേശ സമിതി 10 ലക്ഷം. ആലപ്പുഴയിലെ ഫോമാറ്റിക്സ് ഇന്ത്യ ലിമിറ്റഡ് 6,28,327 രൂപ. LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ജീവനക്കാർ 6 ലക്ഷം. തൃശ്ശൂരിലെ പൗരാണിക വേദ പാഠശാലയായ തൃശ്ശൂർ തെക്കേമഠം 50,000 രൂപ. ഇതോടൊപ്പം പ്രശസ്ത ചലച്ചിത്ര താരം ശ്രീ മോഹൻലാലിൻ്റെ ഒരു കത്ത് കിട്ടിയിരുന്നു. കോവിഡുമായി ബന്ധപ്പെട്ട് ചില കലാകാരന്മാർ ഒരുക്കിയ ഒരു ഗാനം പ്രകാശിപ്പിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. മറുനാടുകളിൽ നിന്ന് ധാരാളമായി മടങ്ങിയെത്തുന്ന മലയാളികളെ ഇവിടുത്തെ പുതിയ ജീവിതശൈലികളിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഈ ഗാനം KS ചിത്ര
മഞ്ജു വാര്യർ, രമ്യ നമ്പീശൻ, അശോകൻ, മധു ബാലകൃഷ്ണൻ, മനോജ് കെ ജയൻ എന്നിവരാണ് പാടിയിട്ടുള്ളത്. ശ്രീ മോഹൻലാലിൻ്റെ സ്വരവും ഇതിലുണ്ട്. ആർഭാടവും സ്വാർത്ഥതയും മാറ്റിവെച്ച് സാഹോദര്യത്തിൽ ഒരുമിക്കുക എന്നതാണ് ഗാനത്തിൻ്റെ സന്ദേശമെന്ന് മോഹൻലാൽ അറിയിച്ചിട്ടുണ്ട്. പല ഭാഗങ്ങളിലായി ഇരുന്ന് കലാപ്രവർത്തകർ തയ്യാറാക്കിയ ഈ ഗാനത്തിൻ്റെ സംഗീത സംവിധായകൻ ശരത്താണ്. ചേരാവള്ളി ശശിയുടേതാണ് വരികൾ. ദൃശ്യ ചിത്രീകരണവുമുണ്ട്. പാരീസ് ലക്ഷ്മി, പള്ളിപ്പുറം സുനിൽ എന്നീ കലാപ്രവർത്തകരാണ് ദൃശ്യത്തിലുള്ളത്. കോവിഡ് പ്രതിരോധ ഘട്ടത്തിൽ കലാപ്രവർത്തകർ പല വിധത്തിൽ സഹകരിക്കുന്നുവെന്ന് കാണുന്നതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഗാനചിത്രം സന്തോഷപൂർവ്വം പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു. ഇത്രയാണ് ഇന്ന് പറയാനുള്ളത്. ഇന്ന് ഈ പാലക്കാട് ഈ നിരീക്ഷണത്തിലിരുന്ന ഒരു വൃദ്ധയായ സ്ത്രീ മരിച്ചിട്ടുണ്ടോ, അവർക്ക് കോവിഡ് പോസിറ്റീവാണോ, അങ്ങനെ ചില വാർത്തകൾ അവിടെ നിന്ന് വരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ ഞായറാഴ്ച സമ്പൂർണ്ണ ലോക്ക്ഡൗൺ നമ്മൾ ഇനിയും തുടരുകയാണോ, അതിൽ തീരുമാനം? ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചില വ്യക്തതകൾ വരാനുണ്ട്. അതുകൊണ്ട് ആ പോസിറ്റീവോ നെഗറ്റീവോ എന്ന കാര്യം ഇപ്പോൾ പറയാൻ കഴിയാതായിരിക്കുകയാണ്. അത് പിന്നീട് പറയാം. ഞായറാഴ്ചയുടെ കാര്യം പിന്നീട് ആലോചിക്കാം. ഞായറാഴ്ചയുടെ കാര്യം പിന്നീട് ആലോചിക്കേണ്ടതേ ഉള്ളൂ. ഇപ്പം വേറൊന്നും ആലോചിച്ചിട്ടില്ല. ഈ തിരുവനന്തപുരത്ത് ഈ വൈദികൻ ഇന്നലെ മരിച്ചു. അയാൾക്ക് രോഗബാധ ഇപ്പോൾ എവിടെ നിന്നാണ് ഉണ്ടായത് ഇനിയും കണ്ടെത്താനായോ? ഇപ്പോൾ ആ സംസ്കാരത്തെ ചൊല്ലിയൊക്കെ വലിയ തർക്കമൊക്കെ പല സ്ഥലത്ത് നടക്കുകയാണ്. ഈ ഇത്തരം കേസുകൾ എവിടെ നിന്നാണ് രോഗം? 1.5 മാസത്തോളം ആശുപത്രികളിലായിരുന്നു, 2 ആശുപത്രികളിൽ മാത്രമായിരുന്നു അയാൾ ഉണ്ടായിരുന്നത്. ഇത് നമ്മളെ കൂടുതൽ ഒരു ആശങ്ക ഉണ്ടാക്കുന്നതല്ലേ ഈ കേസ്? അത് കൂടുതൽ ആരോഗ്യ മേഖലയിലെ വിദഗ്ധർ പരിശോധിച്ച് പറയേണ്ടതായ ചില കാര്യങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഇപ്പം എനിക്ക് കൃത്യമായി വ്യക്തമായൊരു നിലപാട് പറയാനാവുന്നതല്ല. ഈ പറഞ്ഞ കാര്യം ശരിയാണ്. അദ്ദേഹം കുറച്ചു കാലം ചികിത്സയിലായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അദ്ദേഹത്തിൻ്റെ മറ്റ് ടെസ്റ്റുകളിൽ വാർത്തകൾ അനുസരിച്ചാണെങ്കിൽ നെഗറ്റീവാണ് എന്ന് വന്നിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ അത് കൂടുതൽ വ്യക്തത ആരോഗ്യവകുപ്പ് വരുത്തട്ടെ, അതായിരിക്കും നല്ലത്. CM ഈ വിദേശത്തു നിന്ന് വരുന്ന വിമാനങ്ങളുടെ കാര്യത്തിൽ നിയന്ത്രണമില്ല, അങ്ങനെ ഒരു ആവശ്യവും സംസ്ഥാനം ഉന്നയിച്ചിട്ടില്ല എന്ന് CM പറഞ്ഞു. പക്ഷേ കേന്ദ്രമന്ത്രി ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു മഹാമാരിക്കെതിരെ നമ്മളൊരു പ്രതിരോധം തീർക്കുമ്പോൾ ഇത്തരം പ്രത്യേകിച്ച് ഉത്തരവാദിത്തപ്പെട്ട ഈ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ആ നിലയിൽ പ്രതികരിക്കുന്നതും ഒരു രാഷ്ട്രീയ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിക്കുന്നതും നല്ലതാണോ? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമല്ല. ഞങ്ങളുടെ നിലപാട് ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും ആ കാര്യത്തിൽ പറയാനില്ല. ഇങ്ങോട്ട് വരുന്നതിന് പൂർണ്ണ സ്വാഗതമാണ്. അതിൽ ഫ്ലൈറ്റുകളുടെ കാര്യത്തിൽ അനുമതി ചോദിച്ചിടത്തോളം അനുമതി കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം മാത്രമേ വ്യക്തമാക്കിയിട്ടുള്ളൂ. അത് നേരത്തെ ഞാൻ പറഞ്ഞു. അതിലും നമ്മുടെ പ്രവാസികളുടെ താല്പര്യം തന്നെയാണ്. ഇന്ന് നമ്മുടെ കൊണ്ടുവന്നിട്ടുള്ള ഫ്ലൈറ്റുകളിലൊക്കെ ഈടാക്കുന്നൊരു റേറ്റ് ഉണ്ട്, ഈ വിമാന ചാർജ് ഉണ്ട്. അതുമായി താരതമ്യം വേണം. ഒരു വല്ലാതെ വർദ്ധിപ്പിച്ച റേറ്റ് ഈടാക്കുന്ന നിലയുണ്ടാകരുത്. അതാണ് ഒന്ന് പറഞ്ഞത്. പിന്നെ നമ്മളൊരു മുൻഗണന നിശ്ചയിച്ചിട്ടുണ്ട്. ആ മുൻഗണനയിലുള്ളവർക്ക് ഇതിലും മുൻഗണന കൊടുക്കണം. ഇതാണ് 2 കാര്യങ്ങൾ പറഞ്ഞത്. മറ്റൊരു തടസ്സവും ഇവിടെയില്ല. ഫ്ലൈറ്റിൽ വരുന്ന പൈലറ്റ്സ്, ക്യാബിൻ ക്രൂ ഇവരൊക്കെ ആദ്യ ദിവസം ടെസ്റ്റ് ചെയ്യണം, 5ാമത്തെ ദിവസവും ടെസ്റ്റ് കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷമേ പുറത്തു പോകാവൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ പൈലറ്റ്, തിരുവനന്തപുരത്ത് ക്യാബിൻ ക്രൂ ഇവർ ആദ്യത്തെ ദിവസത്തെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവുകയും പിന്നെ ഈ ഫ്ലൈറ്റിൽ വന്നവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ട് ഇവരെ തിരിച്ചു വിളിക്കാനുള്ള ഒരു സാഹചര്യം വരികയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ വരുന്നവരെ കൃത്യമായി ക്വാറന്റൈൻ ചെയ്യാനുള്ള നടപടി സർക്കാർ അതിനകത്ത് എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത്? ഇതിൻ്റെ ചില പ്രത്യേകതകൾ നമ്മുടെ അനുഭവത്തിൽ കൂടുതൽ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന പ്രത്യേക കേസിലും അവർ
നെഗറ്റീവാണെന്ന് നേരത്തെ അവരുടെ ടെസ്റ്റിലൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യാൻ ആവശ്യം വന്നപ്പോൾ അവർ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യാൻ ചെന്നു. അത് സ്വാഭാവികമായിട്ടും ഒരു ജോലിയിലുള്ളവർ ചെയ്യുമല്ലോ. അങ്ങനെ ചെന്നപ്പോഴുള്ള പരിശോധനയിലാണ് പോസിറ്റീവാണെന്ന് കാണുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി ദിവസങ്ങൾ ക്വാറൻറ്റൈനിൽ നിൽക്കുക എന്നത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് എന്നാണ് ഈ അനുഭവ പാഠം നൽകുന്നത്. ഈ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ പഠന സൗകര്യം ഒരുക്കാതെ ജൂൺ 1 തന്നെ സ്കൂൾ തുറന്ന് സർക്കാർ ഓൺലൈൻ ക്ലാസ് തുടങ്ങി തിടുക്കപ്പെട്ട് ഇത് ക്ലാസ്സുകൾ തുടങ്ങുകയായിരുന്നൊരു വിമർശനം പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ വിദ്യാഭ്യാസ വകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ വീഴ്ച പറ്റിയിട്ടില്ല എന്ന സൂചനയാണ് സിഎമ്മിന്റെ വാക്കിലുള്ളത്. വീഴ്ച പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ. 41 ലക്ഷത്തിൽ 2 ലക്ഷത്തിൽ പരം കുട്ടികൾക്ക് നമ്മുടെ സംസ്ഥാനത്ത് ഈ സൗകര്യമില്ല എന്ന് വിദ്യാഭ്യാസ വകുപ്പ് ആദ്യമേ കാണുന്നുണ്ട്. ആ കുട്ടികൾക്ക് ആ സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട് എന്നും കാണുന്നുണ്ട്. ഒരുക്കാനുള്ള നടപടികളിലേക്കും വിദ്യാഭ്യാസ വകുപ്പ് കടക്കുന്നുണ്ട്. അപ്പോൾ 2 ആഴ്ച ഇതിൻ്റെ ഒരു ട്രയൽ റൺ നടക്കുന്നു. ആ കുട്ടികൾക്ക് ആ ക്ലാസ്സുകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നുണ്ട്. ഒരു പ്രയാസവും അതിൻ്റെ ഭാഗമായി ഉണ്ടാകില്ല എന്ന് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് കണക്കാക്കിയത്. അപ്പോൾ ഇത്രയും കാലം സ്കൂളുകൾ അടഞ്ഞ് കിടക്കുകയല്ലേ, കുട്ടികളെല്ലാം വിദ്യാലയത്തിൽ പോകാൻ പറ്റാതെ ഇരിക്കുകയാണ്. അത് സ്വാഭാവികം. അപ്പോൾ സ്കൂൾ തുറക്കേണ്ട സമയമായിട്ടും സ്കൂൾ തുറക്കാൻ പറ്റുന്നില്ല. നമുക്കിപ്പോൾ പറയാൻ പറ്റുമോ ഈ ജൂൺ 10-ാം തീയതി തുറക്കും, അല്ലെങ്കിൽ 15-ാം തീയതി തുറക്കും, 20-ാം തീയതി തുറക്കും, അങ്ങനെ പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു ദിവസം നിശ്ചിതമായിട്ട് പറയാൻ പറ്റാത്ത അവസ്ഥയല്ലേ നിൽക്കുന്നത്. ഇന്ത്യ ഗവൺമെൻറ് തന്നെ ജൂലൈയിൽ ആലോചിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജൂലൈയിലെ സാഹചര്യം വെച്ച് മാത്രമേ ആ കാര്യം തീരുമാനിക്കാൻ പറ്റൂ. അപ്പോൾ അതുവരെയുള്ള ഒരു വല്ലാത്ത വിടവ് ഈ വിദ്യാഭ്യാസ കാര്യത്തിൽ വരുന്നത് മൊത്തത്തിൽ നമ്മുടെ സമൂഹത്തിന് പ്രതികൂലമായിട്ട് ബാധിക്കുമല്ലോ. അതുമാത്രം കണക്കിലെടുത്താണ്, കുട്ടികളുടെ കൂടി താല്പര്യവും ഭാവിയും കണക്കിലെടുത്താണ് അവരെ ഈ പഠനകാര്യങ്ങളിൽ തന്നെ ശ്രദ്ധിക്കുന്നവരാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടെ ഈ ഒരു പരിപാടി ആസൂത്രണം ചെയ്തത്. നമ്മുടെ നാട്ടിൽ അതിന് പറ്റുന്ന സാഹചര്യമുണ്ട്. മറ്റ് ചില സ്ഥലങ്ങൾ പോലെയല്ലല്ലോ കേരളം. ഇവിടുത്തെ ടെലിഫോണുകളുടെ നില നോക്കിയാൽ, ഇവിടുത്തെ TV കണക്ഷനുകളുടെ നില നോക്കിയാൽ, ഇവിടുത്തെ സമൂഹ മാധ്യമങ്ങളുടെ ഉപയോഗം നോക്കിയാൽ അതൊക്കെ വലിയ തോതിലല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് സൗകര്യങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു സംശയവുമില്ലാതെ നമുക്ക് നടത്താം. എന്നാൽ ചില ആളുകൾക്ക് സൗകര്യമില്ല, അവർക്ക് ആവശ്യമായ സൗകര്യം ഒരുക്കണം. ആ നടപടികൾ ചെയ്യാമെന്ന് തന്നെയാണ് കണ്ടത്. അപ്പോൾ അതിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്ത് ഒരു വീഴ്ചയും പറ്റിയിട്ടില്ല. സ്വകാര്യ CBSE സ്കൂളുകൾ കുട്ടികൾ ഒരു വർഷത്തെ ഫീസ് മുഴുവൻ അടച്ചാൽ മാത്രമേ അവരുടെ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുപ്പിക്കൂ എന്നൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. സർക്കാർ ഇതിനകത്ത് ഇടപെട്ടില്ലെങ്കിൽ ഇതുപോലത്തെ ദുരിതങ്ങൾ ഇനി ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. ലോക്ക്ഡൌൺ കാലത്ത് രക്ഷിതാക്കൾക്ക് ശമ്പളമില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ മുഴുവൻ ഫീസും ഒരുമിച്ച് അടച്ചാൽ മാത്രമേ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുപ്പിക്കൂ എന്ന് പറയുന്നത് ശരിയാണോ? അതിനകത്ത് സർക്കാർ ഇടപെടുമോ? അല്ല, വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ സാധാരണ സ്കൂളിൽ ചേരുമ്പോൾ അവർ കൊടുക്കുന്ന ഫീസിൻ്റെ ഒരു സമ്പ്രദായമുണ്ട്. അത് ഇത്തരം സ്കൂളുകളിൽ ചേരുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ സാധാരണ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതെത്രയാണെന്ന് എനിക്കറിയില്ല. എങ്ങനെയാണ് 1 വർഷത്തെ ഒന്നിച്ച് വാങ്ങലാണോ മാസം തോറും വാങ്ങലാണോ എന്നുള്ളത് എൻ്റെ കയ്യിൽ ഇപ്പോൾ വിവരമില്ല. അപ്പോൾ അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നല്ലാതെ എല്ലാം കൂടി ഒന്നിച്ച് എന്നൊരു നില സാധാരണഗതിയിൽ ഇല്ലെങ്കിൽ ഇപ്പോൾ സ്വീകരിക്കാൻ പാടില്ല. ഇന്നലെ മുതൽ ഒരു പുതിയ വിവാദം ഉണ്ടായത് ഈ പമ്പ ത്രിവേണിയിലെ ഈ മണൽ വാരലുമായി ബന്ധപ്പെട്ടാണ്. ഇതിൽ ക്ലേസിൻ സെറാമിക്സിന്റെ മറവിൽ ഒരു സ്വകാര്യ കമ്പനിക്ക് മണൽ മറച്ചു വയ്ക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നല്ല പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിച്ചു. ഇനിയിപ്പോൾ വനം വകുപ്പ് അവിടെ നിന്ന് മണലെടുപ്പ് നിർത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ക്യാബിനറ്റ് അത്തരത്തിലൊരു തീരുമാനം എടുത്തിരുന്നു. ഇതിൽ എന്താണ് ശരിക്കും സംഭവിച്ചത്? മണലാർക്കും സ്വകാര്യമായിട്ട് വിൽക്കാൻ പറ്റില്ല. ഇത് നമ്മുടെ നാട്ടിൽ ഒരു ഗുരുതരമായ പ്രശ്നമാണ്. നമ്മുടെ നദികളിൽ മണലല്ല, എക്കൽ അടിഞ്ഞു കിടക്കുന്നുണ്ട്. ആ എക്കൽ അടിഞ്ഞു കിടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നീരൊഴുക്ക് തന്നെ തടയപ്പെടുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട നദികളിലെയൊക്കെ ആ എക്കൽ നീക്കം ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ്. അതിൻ്റെ ഭാഗമായി നടപടികൾ നേരത്തെ സ്വീകരിക്കാൻ തീരുമാനിച്ചെങ്കിലും ആ നടപടികൾ ഫലപ്രദമായില്ല, അല്ലെങ്കിൽ സ്വീകരിക്കപ്പെട്ടില്ല. അങ്ങനെ വന്നപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആലോചന നടത്തി. ഓരോ സ്ഥലത്തും അതത് ജില്ലാ കലക്ടർമാർ അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കണം. അത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ചുള്ള നടപടികളിലേക്ക് കടക്കണം. അങ്ങനെ ഈ എക്കൽ നീക്കം ചെയ്യുന്ന നടപടികളാണ് സ്വീകരിക്കേണ്ടത്.
അതിൽ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പമ്പാ നദി. കഴിഞ്ഞ പ്രാവശ്യം തന്നെ വെള്ളപ്പൊക്ക ഘട്ടത്തിൽ തന്നെ പ്രശ്നങ്ങളുണ്ടായതാണ്. കഴിഞ്ഞ പ്രാവശ്യം മണലെടുത്തതിൻ്റെ ഭാഗമായി ചില പ്രശ്നങ്ങൾ അവിടെയുണ്ട്. അവിടെ എക്കൽ അടിഞ്ഞു കിടക്കുന്നുണ്ട്. ആ എക്കൽ നീക്കം ചെയ്യേണ്ടതുണ്ട്. ഇതാണ് കണ്ടത്. അത് നീക്കാനുള്ള നടപടികളിൽ വലിയ കാലതാമസം വന്നു. അത് വേണ്ടത്ര വേഗതയിൽ നടക്കുന്നില്ല എന്ന് തോന്നുന്ന സ്ഥിതി വന്നു. അതെന്താണ് സ്ഥിതി എന്ന് പരിശോധിക്കാനാണ് അന്നുള്ള ചീഫ് സെക്രട്ടറിയും നിയുക്ത ചീഫ് സെക്രട്ടറിയും കൂടെ സംസ്ഥാന പോലീസ് മേധാവിയും ആ സ്ഥലം സന്ദർശിച്ചത്. അത് ആ നടപടികൾ ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ചില തടസ്സങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ തടസ്സങ്ങൾ ശരിയായ രീതിയിലല്ല തടസ്സങ്ങൾ ഉയർന്നു വന്നത്. ആ തടസ്സങ്ങൾ ഉന്നയിച്ചവരോട് അത് ശരിയായ രീതിയല്ല, ഇത് DM ആക്ട് അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുകയാണ്, ആ നിലക്ക് കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട് എന്നവർ പറയുകയും ചെയ്തു. അതിപ്പോൾ നല്ല നിലക്ക് നടക്കുകയാണ്. പിന്നെ വിവാദം ഏത് കാര്യത്തിൽ ഉയർന്നു വരുമല്ലോ. ഇത് നല്ല ഉദ്ദേശത്തോടെ നടപ്പാക്കപ്പെട്ട ഒരു കാര്യം മാത്രമാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് CM ഈ വനം വകുപ്പ് സെക്രട്ടറി അത് മണലെടുത്ത് കൊണ്ടുപോകുന്നത് തടഞ്ഞുകൊണ്ട് ഇന്ന് ഉത്തരവിറക്കുന്നത്? ഇത് നല്ല രീതിയിൽ നടക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ഇത് എക്കൽ നീക്കം ചെയ്തതിൻ്റെ ഭാഗമായി ഉണ്ടായ കാര്യമാണ്. അതിനകത്ത് അവിടുത്തെ നടപടികൾ DM ആക്ട് അനുസരിച്ച് നടപ്പാക്കാൻ പൂർണ്ണമായും കലക്ടർക്ക് അധികാരമുണ്ട്. ആ നടപടികൾ കലക്ടർ തുടരുക തന്നെ ചെയ്യും. അത് ആർക്കും തടസ്സപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ CM ഈ ക്ലേ ആൻഡ് സെറാമിക്സിന്റെ ചെയർമാൻ പറയുന്നത് ഇത് വിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആ സ്ഥാപനത്തിനൊരു പ്രയോജനമില്ല, അതുകൊണ്ട് ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല എന്ന നിലയിലാണ് ഈ സർക്കാർ തന്നെ കരാർ കൊടുത്ത സ്ഥാപനം പറയുന്നത്. സൗജന്യമായി കൊണ്ടുപോകാം എന്ന് പറഞ്ഞ സ്ഥാപനം പറയുന്നത്. അങ്ങനെ ആർക്കും വിൽക്കാൻ പറ്റില്ല. ഇത് പൊതുവിൽ സർക്കാരിൻ്റെതാണ്. സർക്കാരിന് മാത്രമേ അതിന് വിൽക്കാൻ അധികാരമുള്ളൂ. അത് പൊതുവിൽ സാധാരണഗതിയിലുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് മാത്രമേ വിൽക്കൂ. ആ നടപടികൾ തന്നെയാണ് സ്വീകരിക്കുക. അവിടുത്തെ മണ്ണെടുപ്പ് ഇപ്പോഴും വനവും ഇടപെട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. അതാണ് അവസ്ഥ ഇപ്പോഴത്തെ. ഒന്നുമല്ല, വനം വകുപ്പ് ഇടപെട്ടൊന്നും നടത്താൻ പറ്റില്ല. DM ആക്ട് എന്ന് പറയുന്നത് അത് പ്രയോഗിച്ചാൽ ഒരു വനം വകുപ്പിനോട് ഇടപെടാൻ കഴിയില്ല. അത് സാധാരണഗതിയിൽ നടന്നു പോകുന്നുണ്ട്. ആ പ്രവർത്തനങ്ങൾ നടക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ നിർത്തിവെക്കാനേ പറ്റില്ല. നമ്മുടെ ഈ വനം വകുപ്പ് സെക്രട്ടറി ആശാ തോമസ് ഇറക്കിയ ഉത്തരവില് ഇതിന് നിരക്ക് പിന്നീട് നമ്മൾ നിശ്ചയിക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ നിരക്ക് നിശ്ചയിച്ചാൽ ഈ വനം വകുപ്പിൽ സീനിയറുണ്ട് 4000 രൂപയോടൊക്കെ ഉണ്ട് വനത്തിന് മണം വരുന്നത്. അപ്പൊ ഇവർക്ക് ഈ കമ്പനി ഈ സെറാമിക്സിന് അത് ലാഭം ഉണ്ടാവുകയില്ല. അപ്പൊ ഇത്തരത്തിലൊരു കൺഫ്യൂഷനാണ് ഈ മൊത്തത്തിൽ പ്രശ്നങ്ങളെ തകടം മറിച്ചതിന് അഭിപ്രായമുള്ളത്. അതല്ല, അതിൽ ചില തെറ്റിദ്ധാരണകൾ ചിലർക്ക് ഉണ്ടായിട്ടുണ്ടാവും. ഈ വനത്തിൻ്റെ നടുക്കുകൂടി പോകുന്ന നദിയിലെ സകല കാര്യങ്ങളും വനത്തിന് അവകാശപ്പെട്ടതാണ് എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ ചില കാര്യങ്ങൾ വന്നിട്ടുണ്ടാകുക. പക്ഷേ DM ആക്ടിൻ്റെ അനുസരിച്ച് നടപടികൾ സ്വീകരിച്ചാൽ അതിനെ തടസ്സപ്പെടുത്താൻ ആർക്കും അധികാരമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഭാഗമായി നീക്കം ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ നീക്കം ചെയ്ത് നല്ല സ്ഥലത്ത് സ്ഥാപിക്കുകയും കൊണ്ടുവെക്കുകയും ചെയ്യും. ഒരു പ്രശ്നം അതിനകത്ത് വരില്ല. അങ്ങനെയാണെങ്കിൽ വനംവകുപ്പ് സെക്രട്ടറി ഉത്തരവ് പിൻവലിക്കുമോ? ഇന്നലെ ഇറക്കിയ ഉത്തരവ് പിൻവലിക്കേണ്ടി വരില്ലേ? അല്ല, ഞാൻ വ്യക്തമാക്കിയില്ലേ ഇത് എന്താണ് സമീപനം എന്നുള്ളത്. മറ്റു കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. അതിനകത്തൊരു വ്യക്തത ഉണ്ട്. ഇപ്പോഴും അവിടെ മണലെടുപ്പില്ല. അപ്പൊ ഇനിയും ഇന്നലെ വരെ നടന്ന രീതിയിൽ മണലെടുത്ത് സെറാമിക്സ് തന്നെ കൊണ്ടുപോകുന്ന രീതിയിലായിരിക്കുമോ? അതാണ് ഒരു ചോദ്യം. സെറാമിക്സ് കൊണ്ടുപോകില്ല. മണൽ എടുത്ത് മാറ്റിയിടുകയാണ്. ആ മാറ്റിയിട്ട മണൽ പിന്നെ അവിടുന്ന് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റിയിടണമെങ്കിൽ മാറ്റിയിടേണ്ടി വരും. ഇവിടുന്ന് എടുത്ത് ആ എക്കൽ ആരെങ്കിലും അപ്പാട് എടുത്ത് കൊണ്ടുപോകല്ല. അതിനകത്ത് എക്കലിൻ്റെ കൂടെ വല്ല മണലും ഉണ്ടെങ്കിൽ അത് ആൾക്ക് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ആ കൊടുക്കുന്നത് കൃത്യമായ മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കും. അത് മാത്രമേ നമ്മൾ കാണേണ്ടതായിട്ടുള്ളൂ. എക്കലാണ് മാറ്റുന്നത്. 2018 ടാറ്റാക്കാരെ കൊണ്ട് നമ്മൾ പെട്ടെന്ന് അവിടുത്തെ മണൽ വാരി മണ്ഡലക്കാലത്തിന് മുമ്പ് അവിടെ സജ്ജമാക്കാനുള്ള ക്രമീകരണം നടത്തില്ല. അപ്പോൾ അവർ വാരിയിട്ട മണൽ കുറച്ച് ദേവസ്വം ബോർഡ് കൊണ്ടുപോയി, ബാക്കി അവിടെ ഉണ്ട്. അപ്പോൾ ഇനിയും മണൽ വാരി മാറ്റേണ്ടതായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അത്രയും മണൽ അവിടെ ഡെപ്പോസിറ്റ് ആയിരുന്നു ഈ ത്രിവേണിയിൽ. അവിടെ എക്കൽ വന്ന് നിറഞ്ഞിരുന്നു. ആ എക്കൽ നിറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് നല്ല തടസ്സങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അത് മാറ്റേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ബന്ധപ്പെട്ട വകുപ്പുകളെല്ലാം കണ്ടിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ആ നടപടി എടുത്തിട്ടുള്ളത്. അവിടെ മാത്രമല്ല, മറ്റൊട്ടേറെ നദികളിലുണ്ട്. ആ നദികളിലെല്ലാമുള്ള മണൽ നീക്കം ചെയ്യണമെന്ന് തന്നെയാണ് നേരത്തെ കണ്ടിരുന്നത്. CM ഡയാലിസിസ് ആവശ്യമുള്ള വൃക്കരോഗികൾ അവർക്ക് പലപ്പോഴും ഈ ഡയാലിസിന് അവസരം കിട്ടുന്നില്ല, ചികിത്സ സൗകര്യം കിട്ടുന്ന പരാതിയുണ്ട്. മാത്രമല്ല, സർക്കാരിന്റെ കാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെട്ട ചികിത്സയും ഇൻഷുറൻസും ലഭിക്കുന്നതും പരാതിയുണ്ട്. എന്തെങ്കിലും നടപടി സർക്കാരിന്റെ ഭാഗത്ത് നിരവധി പേർ ആവശ്യമായി സമീപിക്കുന്നതാണ് ചോദ്യം വരുന്നത്. ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കോവിഡിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോവിഡ് അല്ലാത്ത രോഗങ്ങളുള്ള ഒരുപാട് ആളുകളുണ്ട്.
ആ രോഗങ്ങൾ കൃത്യമായി ചികിത്സിച്ച് പോകേണ്ടതാണ് എന്ന് നേരത്തെ മുതലേ പറയുന്നുണ്ട്. എന്നാൽ നേരത്തെ ഉള്ള അവസ്ഥയല്ല. ഇപ്പോൾ ആശുപത്രികളിലെല്ലാം അത്തരം രോഗികൾ നല്ലതുപോലെ പോകുന്നുണ്ട്. നല്ല നിലക്ക് ആശുപത്രികളിലെ തിരക്കും വർദ്ധിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജുകളിലും മറ്റും നല്ല തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. പ്രൈവറ്റ് ആശുപത്രികളും ആ നിലക്ക് തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിലിനി പ്രശ്നത്തിന് വകയില്ല. അതോടൊപ്പം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ശ്രദ്ധിച്ച് നീക്കുകയും ചെയ്യാം. സംസ്ഥാനത്ത് രോഗവ്യാപനം തടഞ്ഞു നിർത്താൻ ബ്രേക്ക് ദ ചെയിൻ പദ്ധതി വലിയ സഹായമാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ബ്രേക്ക് ദ ചെയിനായി സ്ഥാപിച്ച പല സ്ഥലങ്ങളിലും കൊതുക് വളർന്ന അവസ്ഥയുണ്ട്. പലയിടവും ഉപയോഗശൂന്യം മാറുന്നു, ചപ്പുചവർ കെട്ടിക്കിടക്കുന്നു, ടാങ്കുകളൊക്കെ വെച്ചാൽ തുടങ്ങിയിട്ടുണ്ട്. അതെന്തെങ്കിലും സർക്കാർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ബ്രേക്ക് ദ ചെയിൻ പലയിടത്തും നടപ്പാക്കുന്നുമില്ല. വെറുതെ ഒരു പേരിന് വേണ്ടി ബോർഡ് മാത്രം വെച്ച് പോകുന്ന അവസ്ഥയുണ്ട്. കൊതുക് വളരുന്നത് നമ്മൾ ശുചീകരിക്കാനല്ലേ വലിയ പരിപാടികൾ ഈ കഴിഞ്ഞ ഞായറാഴ്ച വരെ നടത്തിയത്. അതിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഒരു സ്ഥലം ഇതുപോലെ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തുറന്നുള്ള പരിപാടികളിൽ മാറ്റുക തന്നെ ചെയ്യാം. ഈ സിനിമ ഷൂട്ടിങ്ങുകൾക്ക് അനുമതി നൽകി, സീരിയൽ ഷൂട്ടിങ്ങുകൾക്ക് അനുമതി നൽകി. പക്ഷേ ഈ കഴിഞ്ഞ ഉത്സവകാലം നാടകങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ അവരുടെ അടുത്ത ഓണം സീസൺ വരാൻ പോവുകയാണ്. അതിന് മുന്നോടിയായി അവർക്ക് റിഹേഴ്സൽ ക്യാമ്പുകൾ നടത്തുന്നതിന് അനുമതി കൊടുക്കുമോ? ഇപ്പം അതിത്ര ഒരു ആവശ്യം നമ്മുടെ മുന്നിലില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം എന്താണെന്നുള്ളത്. ഇന്നലെ കോഴിക്കോട് ഇന്നലെ രാത്രി മരിച്ച മഞ്ചേരി സ്വദേശിയായ ഒരു സ്ത്രീ അവർ കോവിഡ് പ്രോട്ടോകോൾ പ്രകാരമാണ് ഇന്ന് സംസ്കരിച്ചത്. അവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായുള്ള റിപ്പോർട്ടും സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. അത്തരമൊരു സംശയമുള്ളത് കൊണ്ട് തന്നെയാണ് ആ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് സംസ്കരിച്ചത്. എന്നാൽ അതിൻ്റെ മറ്റ് റിപ്പോർട്ടുകൾ അവസാന റിപ്പോർട്ട് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇന്നലെ 12 പേർക്ക് സമ്പർക്കം മൂലം രോഗം ഉണ്ടായി. ഇന്ന് 5 പേർക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ തിരുവനന്തപുരത്ത് വൈദികന് രോഗം എവിടെ നിന്നാണ് വന്നതെന്ന് അറിയില്ല. ഇതൊരു സമൂഹ വ്യാപനത്തിന്റെ ആദ്യ സൂചനയായിട്ട് കാണണം. സമൂഹ വ്യാപനത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല ഇതുവരെ. എന്നാൽ ഇത് നമ്മൾ ഗൗരവമായി കാണേണ്ടതാണ്. ആ ഗൗരവം നമ്മൾ പൊതുവെ പാലിച്ചു പോകേണ്ടതായിട്ടുണ്ട്. CM നമ്മുടെ ഈ ജേക്കബ് തോമസിന് എതിരെ സർക്കാർ നടപടിയെടുത്തത് ഒരു പുസ്തകം എഴുതിയതിന്റെ പേരിലാണ്. ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് CM-നോട് ചോദിച്ചിട്ടാണ് ആ പുസ്തകം എഴുതിയത്. CM അത് ഉദ്ഘാടനത്തിന് സമയം വരെ പറഞ്ഞ് പിന്നീടാണ് അത് മാറ്റം ഉണ്ടായി. പിന്നീട് അതിന് നടപടി നേരിടേണ്ടി വന്നു. താങ്കളുടെ ശ്രദ്ധയിൽ വന്ന കാര്യമാണോ? ഏതായാലും അതിൻ്റെ ഉള്ളടക്കം എന്നോട് ചോദിച്ചിട്ട് എഴുതാണെന്ന് പറയാത്തത് ഭാഗ്യം. അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ശരി, ബാക്കി നമുക്ക് നാളെയാകാം. ബാക്കി നാളെയാകാം.